ഹലോ എവ്രി വൺ, വെൽക്കം ടു മാജിക് ഹാൻഡ്സ് ഓഫ് ദീപ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ അല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്കൊരു നാടൻ തോരൻ ഉണ്ടാക്കിയാലോ. അപ്പോൾ എനിക്ക് ഇന്ന് കുറച്ച് ബീൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നല്ല ബീൻസ് തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളത് ബീൻസ് ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ കേട്ടോ. ഞാനും എൻ്റെ കുഞ്ഞിപ്പെണ്ണും കൂടിയാണ് ബീൻസൊക്കെ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അവളെനിക്ക് കഴുകി തരാനൊക്കെ കൂടുന്നുണ്ട് കേട്ടോ. അപ്പോൾ 300 ഗ്രാം ബീൻസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു ഉള്ളിയും 2 പച്ചമുളകുമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നല്ലപോലെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് നല്ലപോലെ കഴുകി എടുത്തിട്ട് വരാം. ഞാൻ കഴുകിയെടുത്തതും കൂടി അവൾ തിരിച്ച് വെച്ചിട്ട് അവൾ തന്നെ കഴുകിയെടുക്കുകയാണ്. നമുക്കിതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് വരാം. എനിക്ക് ഈ ചോപ്പറിലൊന്നും വെച്ച് അരിയുന്നത് ഇഷ്ടമല്ല. അതാകുമ്പോൾ കയ്യിൽ പെട്ടെന്ന് ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുള്ള ശീലമാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ലൈക്ക്, ഷെയർ, കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഞാൻ ബീൻസ് ഏകദേശം ഫുൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളിയും കൂടി ചെറുതായിട്ടൊന്ന് കൊത്തി അരിഞ്ഞെടുക്കാം. എരിവ് അധികം വേണമെന്നുള്ളൊരു 2 പച്ചമുളകും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. നമുക്കിതൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഇനി നല്ലപോലെ അത് ചൂടായി വന്നതിന് ശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് ഒരു പിടി അരിയും കൂടി ഇട്ട് കൊടുക്കാം. അരി ഇട്ട് പൊരിച്ചെടുക്കുന്നത് തോരന് നല്ലൊരു ടേസ്റ്റ് നൽകും കേട്ടോ. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസും ഇട്ട് കൊടുക്കണം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ബീൻസും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഉപ്പ് എല്ലായിടത്തേക്ക് ആവുന്ന പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കതിലേക്ക് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനൊരു 3 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്. ഈ തേങ്ങ എല്ലാം കൂടി കവർ ചെയ്ത് വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം ആവിയിൽ. ഒരു 3-4 മിനിറ്റ് വേകുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ലപോലെ വെന്തിട്ടുണ്ടാവും. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീൻസ് തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ. ഇതിപ്പോൾ ആരും ഉണ്ടാക്കാത്തതൊന്നും അല്ല കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ബിഗിനേഴ്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ കഴിഞ്ഞ ഒരു 2-3 ദിവസം മുന്നേ ഒരു വീഡിയോ ഞാൻ മത്തിയുടെ വീഡിയോയിൽ ഒരു കുട്ടി എനിക്കൊരു മെസ്സേജ് അയച്ചിരുന്നു. മത്തി മീൻ വൃത്തിയാക്കുന്ന ഒരു ഇത് ചെയ്യുമോ ചേച്ചിന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ചിലർ ഇതൊക്കെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ അറിയാത്ത ആൾക്കാരും ഉണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ഞാനിത് പ്രത്യേകമായിട്ട് പറയുന്നത്. നമുക്കിതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കൂ, ഹാപ്പി ആയിട്ടിരിക്കൂ, ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കൂ. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.